ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യണേ. ഉള്ളി സാമ്പാറിലേക്കായി ഞാനിവിടെ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ മല്ലിപ്പൊടി വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി വറുത്തരയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല ജീരകം, ഉലുവ, ഉഴുന്നുപരിപ്പ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ പരിപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം കായം, ചെറിയുള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക്, ഇത്രയുമാണ് വറക്കാൻ ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ അടുപ്പത്ത് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരണം. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കായം ഇട്ട് കൊടുക്കുക. കായം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കായം ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വറുക്കാനായി നമ്മൾ മാറ്റി വെച്ചതെല്ലാം ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് ചുവക്കെ വറുത്തെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ പരിപ്പും തക്കാളിയും പച്ചമുളകും ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് വറുത്ത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ കറി ഒന്ന് വറവിട്ടെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഉലുവയും വറ്റൽമുളകും ഇട്ട് മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.